മുൻ എ.ഡി.എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ നാളെ ഇക്കാര്യം അറിയിക്കും. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുടുംബത്തിന്റെ എല്ലാ ആശങ്കകളും പരിശോധിക്കുമെന്നും സംസ്ഥാന സർക്കാർ പറയുന്നു. കൊലപാതകമെന്ന ആരോപണത്തിലും അന്വേഷണം നടത്തും. നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജി നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ഇതുവരെയുള്ള അധ്യായം ഡിസംബറിൽ പൂർത്തിയാകും. ഡിസംബറിന് ശേഷമുള്ളത് പിന്നീട് എഴുതും. പാർട്ടിയുടെ അനുവാദം കിട്ടിയതിനു ശേഷം പ്രസിദ്ധീകരിക്കുമെന്നും EP പറഞ്ഞു. ആത്മകഥയ്ക്ക് 2-3 ഭാഗങ്ങൾ ഉണ്ടാകും. പരിപ്പുവടയും കട്ടൻ ചായയും എന്ന പേരായിരിക്കില്ല. എന്നെ പരിഹസിക്കാനായി മാധ്യമരംഗത്തുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണത്. ആത്മകഥാ വിവാദം പുസ്തകത്തിൽ ഉണ്ടാവില്ലെന്നും EP ജയരാജൻ കൂട്ടിച്ചേർത്തു. ആലപ്പുഴ കളർക്കോട് വാഹനാപകടത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് കൂടി ദാരുണാന്ത്യം. എടത്വ സ്വദേശി ആൽവിൻ ജോർജാണ് മരിച്ചത്. ഇതോടെ മരണസംഖ്യ 6 ആയി. ആലപ്പുഴ കളർക്കോട് 6 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ വാഹന ഉടമയ്ക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ആലപ്പുഴ SP. വാഹന ഉടമ ഷാമിൽ ഖാൻ നിയമവിരുദ്ധമായാണ് കാർ വാടകയ്ക്ക് നൽകിയതെന്ന് SP പറഞ്ഞു. ഇയാൾക്കെതിരെ തെളിവുകൾ ശേഖരിച്ചു. അതേസമയം വാഹനാപകടം സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ പുറത്തുവന്നു. വാഹന ഉടമ ഷാമിൽ ഖാൻ വിദ്യാർത്ഥിയിൽ നിന്ന് ലൈസൻസ് അയച്ചു വാങ്ങിയത് അപകടശേഷമാണെന്ന വിവരമാണ് പുറത്തുവന്നത്. അപകടത്തിൽ മരിച്ച അബ്ദുൾ ജബ്ബാറിന്റെ ലൈസൻസാണ് കാറുടമ സഹോദരനിൽ നിന്ന് വാങ്ങിയത്. കൊടകര കുഴൽപ്പണ കേസിലെ അന്വേഷണം അവസാന ഘട്ടത്തിലെന്ന് ED ഹൈക്കോടതിയെ അറിയിച്ചു. കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ സാവകാശം വേണമെന്നും എൻഫോഴ്സ്മെന്റ് ആവശ്യപ്പെട്ടു. 3ാമത്തെ സാവകാശം അനുവദിച്ച കോടതി ഹർജി പിന്നീട് പരിഗണിക്കാൻ മാറ്റി. കുഴൽപ്പണ കവർച്ചാ കേസിലെ 51ാം സാക്ഷി സന്തോഷ് നൽകിയ ഹർജിയിൽ ED, ആദായനികുതി വകുപ്പ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവരോട് സിംഗിൾ ബെഞ്ച് നേരത്തെ വിശദീകരണം തേടിയിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കർണാടകയിൽ നിന്ന് BJPക്കായി കേരളത്തിലേക്ക് കൊണ്ടുവന്ന 3.5 കോടി രൂപ കവർച്ച ചെയ്തെന്നാണ് കേസ്. ഹവാല ഇടപാടിലൂടെ കൊണ്ടുവന്ന കള്ളപ്പണമാണ് കവർച്ച ചെയ്തെന്ന സംസ്ഥാന പോലീസ് കണ്ടെത്തലിലാണ് EDയുടെ അന്വേഷണം. എലത്തൂർ ഇന്ധനച്ചോർച്ചയിൽ HPCLന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ. ഒഴിവായത് വലിയ ദുരന്തമാണെന്നും HPCLലെ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സംവിധാനങ്ങൾ പരാജയപ്പെട്ടതാണ് ചോർച്ചയ്ക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഡീസൽ ചോർച്ചയുടെ വ്യാപ്തി ചെറുതല്ല. ജലാശയങ്ങൾ മലിനമായിട്ടുണ്ട്. അതെല്ലാം ശുചീകരിക്കാൻ അതിവേഗ നടപടി എടുക്കും. മുംബൈയിൽ നിന്ന് കെമിക്കൽ കൊണ്ടുവന്ന് ജലാശയം വൃത്തിയാക്കും. നാട്ടുകാരുടെ സഹകരണം ഉറപ്പാക്കുമെന്നും കളക്ടർ പറഞ്ഞു. ഫാക്ടറീസ് നിയമപ്രകാരം HPCLന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും അടിയന്തര മെഡിക്കൽ പരിശോധന നടത്താൻ തീരുമാനം. പരിശോധനയ്ക്ക് പ്രത്യേക മെഡിക്കൽ ടീമിനെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ശിശുക്ഷേമ സമിതി DMOയ്ക്ക് കത്ത് നൽകി. 2.5 വയസ്സുകാരിയെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവത്തിന്റെയും കൂടുതൽ കുഞ്ഞുങ്ങളെ മർദ്ദിക്കാറുണ്ടെന്ന് മുൻ നായ നടത്തിയ വെളിപ്പെടുത്തലിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്ക് വേണ്ടിയുള്ള ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൌത്യമായ പ്രോബ 3 ബഹിരാകാശ പേടകം വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വൈകുന്നേരം 4:04 വിക്ഷേപണം. ഇന്നലെ നടക്കേണ്ടിയിരുന്ന വിക്ഷേപണം കൗണ്ട് ഡൌൺ അവസാനിക്കാൻ 43 മിനിറ്റും 50 സെക്കൻഡും ബാക്കി നിൽക്കെ മാറ്റിവെച്ചിരുന്നു. സൗരപരിവേഷണത്തിനായാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ 2 പേടകങ്ങളെ ഒരേ സമയം ISRO വിക്ഷേപിച്ചത്. ആലപ്പുഴ കളർക്കോട് അപകടത്തെക്കുറിച്ചുള്ള KC വേണുഗോപാൽ MPയുടെ ചോദ്യത്തിന് എറണാകുളത്തെ ബൈപ്പാസ് നിർമ്മാണം നടക്കുന്നുവെന്ന മറുപടിയുമായി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. അപകടത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എറണാകുളത്തെ ബൈപ്പാസിനെ പറ്റി പറയുന്നതിനെ KC വേണുഗോപാൽ എതിർത്തതോടെ ഗഡ്കരി വിഷയം മാറ്റി. നിരവധി നിയമങ്ങൾ സർക്കാർ നിയമിച്ചുവെന്നും അതൊന്നും ജനങ്ങൾ അനുസരിക്കുന്നില്ലെന്നും മറുപടി പറഞ്ഞ് ഗഡ്കരി തടിതപ്പുകയായിരുന്നു. UPയിലെ സംഭലിലേക്ക് പോയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും സംഘത്തെയും തടഞ്ഞതിൽ പ്രതിഷേധിച്ച് തൃണമൂൽ ഒഴികെയുള്ള ഇന്ത്യ സഖ്യത്തിലെ MPമാർ ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബീഹാറിലെ ആരോഗ്യരംഗത്തെക്കുറിച്ച് ശൂന്യവേളയിൽ സംസാരിക്കുന്നതിനിടെയാണ് കോൺഗ്രസ് അംഗം മുഹമ്മദ് ജാവേദ് സംഭാൽ വിഷയം ഉന്നയിച്ചത്. ചെയറിലുണ്ടായിരുന്ന ജഗദംബിക പാൽ ഇത് തടഞ്ഞു. പ്രതിപക്ഷ നേതാവ് സഭയ്ക്ക് പുറത്തു ചെയ്യുന്ന കാര്യം ഇവിടെ പറയേണ്ടതില്ല എന്നായിരുന്നു ജഗദംബിക പാലിന്റെ മറുപടി. മുന്നണിയിലെ അധികാര തർക്കത്തെ തുടർന്ന് 11 ദിവസം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ 19 മുഖ്യമന്ത്രിമാർ, ബോളിവുഡ് താരങ്ങൾ, വ്യവസായ പ്രമുഖർ എന്നിവരുടെയും 10,000-കണക്കിന് ആളുകളുടെയും സാന്നിധ്യത്തിലാണ് ആസാദ് മൈതാനത്ത് തയ്യാറാക്കിയ പന്തലിൽ ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞ നടന്നത്. സ്വകാര്യ ബഹിരാകാശ യാത്രികനും ശതകോടീശ്വരനുമായ ജാറഡ് ഐസക്മാനെ നാസിയുടെ അടുത്ത മേധാവിയായി പ്രഖ്യാപിച്ച് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് ബഹിരാകാശ ഏജൻസി നടത്തിയ ലോകത്തിലെ ആദ്യ സ്വകാര്യ ബഹിരാകാശ യാത്രാ നടത്തത്തിൽ ജാറഡ് ഐസക്മാനും പങ്കെടുത്തിരുന്നു. ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ മുഹമ്മദ് യൂനൂസ് സർക്കാർ പരാജയപ്പെട്ടുവെന്നും യൂനൂസ് വംശഹത്യയിൽ പങ്കാളിയാണെന്നും ആരോപിച്ച്
ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. രാജ്യം വിട്ടതിനു ശേഷം നടത്തിയ ആദ്യ പൊതുപ്രസംഗത്തിലാണ് ബംഗ്ലാദേശിലെ നിലവിലെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഷെയ്ഖ് ഹസീന രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി മിഷേൽ ബാർണിയയ്ക്കെതിരായ അവിശ്വാസ പ്രമേയം പാസായതോടെ ഫ്രാൻസിൽ വീണ്ടും ഭരണ പ്രതിസന്ധി. 574 അംഗ പാർലമെന്റിൽ 331 പേർ സർക്കാരിനെതിരെ വോട്ട് ചെയ്തു. ഇടതുപക്ഷ പാർട്ടികൾ കൊണ്ടുവന്ന പ്രമേയത്തെ തീവ്ര വലതുപക്ഷ നാഷണൽ റാലി പിന്തുണച്ചു. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020-ൽ ലോക റെക്കോർഡ് തകർത്ത വമ്പൻ പ്രകടനവുമായി ബറോഡ ടീം. സിക്കിമിനെതിരെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ബറോഡ ടീം 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 349 റൺസാണ് അടിച്ചുകൂട്ടിയത്. ഒക്ടോബറിൽ ഗാംബിയയ്ക്കെതിരെ സിംബാബ്വെ അടിച്ചെടുത്ത 344 റൺസിന്റെ റെക്കോർഡാണ് പഴങ്കഥയായത്. ഇന്നിംഗ്സിലാകെ പിറന്നത് 37 സിക്സറുകളാണ്. ഇതും ലോക റെക്കോർഡാണ്. സിംബാബ്വെ നേടിയ 27 സിക്സിന്റെ റെക്കോർഡാണ് മറികടന്നത്.